Good morning all. Today we are going to start our class and the subject name is performance management. It is one of your specialization subject. The subject contains 5 modules. Module 1 organizational performance, 2 performance management, 3 management style, 4 performance indicator for different levels of management, and last organizational culture and managerial performance. Module 1. Module 1 അടങ്ങിയിരിക്കുന്ന ടോപ്പിക് ഇതൊക്കെയാണ്. ഒന്ന് ഇൻട്രൊഡക്ഷൻ, രണ്ടാമത്തത് വിഷൻ ആൻഡ് മിഷൻ, മൂന്നാമത്തത് കോമ്പിറ്റൻസി, നെക്സ്റ്റ് സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്, നാലാമത്തത് പെർഫോമൻസ് ടാർഗറ്റ്സ്, അഞ്ചാമത്തത് റിവ്യൂയിങ് പെർഫോമൻസ്. ഓക്കെ, മൊഡ്യൂൾ 1 ഓർഗനൈസേഷണൽ പെർഫോമൻസ്. എന്താണ് ഓർഗനൈസേഷണൽ പെർഫോമൻസ്? ഓർഗനൈസേഷണൽ പെർഫോമൻസ് എന്ന് പറയുന്നത് രണ്ട് വാക്ക് ഒരുമിച്ച് കൂടിയ ഒരു കാര്യമാണ്. എന്ത്? ഓർഗനൈസേഷനും പെർഫോമൻസും. ഓർഗനൈസേഷൻ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ടുഗെദർ ടു അച്ചീവ് എ കോമൺ ഗോൾ ഓർ ഒബ്ജക്റ്റീവ്. ഒരു കോമൺ ഗോളോ ഒബ്ജക്റ്റീവോ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഒന്നിച്ച് പ്രവർത്തിക്കുക. പെർഫോമൻസ് എന്ന് പറയുന്നത് എന്താ? പെർഫോമൻസ് ഈസ് ദ പ്രോസസ് ഓർ ആക്ഷൻ ഓഫ് പെർഫോമിങ് എ ഫംഗ്ഷൻ ഓർ ടാസ്ക്. എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു ടാസ്കോ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയോ പെർഫോം ചെയ്യുന്ന പ്രോസസ്സിനെ അല്ലെങ്കിൽ ആക്ഷനെയാണ് എന്ത് പറയുക? പെർഫോമൻസ് എന്ന് പറയുന്നത്. അത് എന്തുവാകാം. അപ്പോൾ ഓർഗനൈസേഷനിൽ പെർഫോമൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഓർഗനൈസേഷൻ്റെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പെർഫോം ചെയ്യുന്ന ആക്ടിവിറ്റീസും ഫങ്ഷൻസും ടാസ്കും ഒക്കെയാണ് എന്ത്? ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. In the organization, managers are always concerned with organizational performance. They need to understand the factors that contribute to organizational performance. They want their organizations, work units or work groups to achieve high levels of performance no matter what mission, strategies or goals are being pursued. ഒരു ഓർഗനൈസേഷൻ്റെ വർക്കിങ്ങിന് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് അവിടുത്തെ മാനേജേഴ്സ് ആയിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മാനേജേഴ്സ് ഇസ് ദ ലിങ്ക് ബിറ്റ്വീൻ ഓർഗനൈസേഷൻ, മാനേജ്മെൻറ്റ് ആൻഡ് എംപ്ലോയീസ്. എംപ്ലോയീസും മാനേജ്മെൻറ്റും തമ്മിലുള്ള ഒരു ലിങ്ക് എന്ന് പറയുന്നത് എപ്പോഴും ആരായിരിക്കും? മാനേജേഴ്സ് ആയിരിക്കും. ഈ മാനേജേഴ്സിനായിരിക്കും നേരിട്ട് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള പവറുള്ളത്. ഒരിക്കലും ഒരു ടോപ്പ് മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ ടോപ്പ് എക്സിക്യൂട്ടീവ്സിന് ഒരിക്കലും എംപ്ലോയീസിനെ നേരിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല, പല സാഹചര്യം കൊണ്ട്. പക്ഷേ മാനേജേഴ്സിന് എപ്പോഴും എംപ്ലോയീസുമായിട്ട് ഒരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ അവരോട് ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നത് ടോപ്പ് മാനേജ്മെൻറ്റിൽ നിന്ന് മാനേജർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലിരിക്കുന്ന ഒരാളായിരിക്കും. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിന് ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആയിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷൻ്റെ മാനേജർ തന്നെയായിരിക്കും. അദ്ദേഹമായിരിക്കും ഈ ഓർഗനൈസേഷൻ എത്രത്തോളം എഫക്റ്റീവായിട്ട് പെർഫോം ചെയ്യുന്നു, ഓരോ എംപ്ലോയീസിനും കൊടുത്ത വർക്ക് ലോഡ് അല്ലെങ്കിൽ വർക്ക് അവർ കൃത്യമായി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നതും അവർ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്കറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എവിടെയാണ് ലാഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഇനിയും ഏത് ഭാഗത്താണ് മുന്നോട്ട് പോകേണ്ടത്, ഏത് ഏരിയയാണ്, അതായത് അവർക്ക് കൊടുക്കുന്ന ടെക്നോളജിയിലാണോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന എംപ്ലോയീസിൻ്റെ ആണോ കൂടുതൽ ട്രെയിനിങ് കൊടുക്കേണ്ടത്, അതായത് ഓർഗനൈസേഷൻ്റെ സക്സസ്സിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അവർക്ക് അറിയേണ്ടത്. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓർഗനൈസേഷൻ്റെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫാക്ടേഴ്സാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് മാനേജേഴ്സ് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അടുത്തത്, ഓർഗനൈസേഷണൽ പെർഫോമൻസ് ഇൻവോൾവ്സ് അനലൈസിങ് ഹൗ വെൽ എ കമ്പനി ഈസ് ഡൂയിങ് കമ്പയർ ടു വാട്ട് ഇറ്റ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് വെർ. ഓർഗനൈസേഷൻ പെർഫോമൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അനലൈസിങ്, അത് അനലൈസ് ചെയ്യുകയാണ്. എന്താണ് അവർ അനലൈസ് ചെയ്യുന്നത്? കമ്പനിയുടെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അനുസരിച്ചാണോ ഈ കമ്പനി പെർഫോം ചെയ്യുന്നത് ഇല്ലയോ എന്നുള്ളത്. അതായത് കമ്പനിക്ക് ഒബ്ജക്റ്റീവ്സും ഗോൾസും ഉണ്ട്. ആ ഒബ്ജക്റ്റീവ്സും ഗോൾസും അച്ചീവ് ചെയ്യാനുള്ള ആക്ടിവിറ്റിയും ഫങ്ഷൻസ് ആണോ ഈ എംപ്ലോയീസ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് എന്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനലൈസേഷൻ ആണ് എന്ത്? ഓർഗനൈസേഷൻ. അല്ലെങ്കിൽ ഇത് അനലൈസ് ചെയ്യുന്നത് എന്താണ്? ഓർഗനൈസേഷൻ്റെ എഫക്റ്റീവ്നെസ് അറിയാൻ വേണ്ടിയിട്ട്, ഓർഗനൈസേഷൻ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഫോക്കസസ് ഓൺ, അതായത് ഓർഗനൈസേഷണൽ പെർഫോമൻസ് ഫോക്കസസ് ഓൺ 3 മെയിൻ ഔട്ട്കംസ്. 3 മെയിൻ ഔട്ട്കംസ് ഉണ്ട്. അതായത് ഈ ഓർഗനൈസേഷൻ പെർഫോമൻസിൻ്റെ കോമ്പണൻസ് ആണ്. ഒന്ന് ഷെയർ ഹോൾഡർ വാല്യൂ, ഫിനാൻഷ്യൽ പെർഫോമൻസ് ആൻഡ് മാർക്കറ്റ് പെർഫോമൻസ്. ഫിനാൻഷ്യൽ മാർക്കറ്റൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഫിനാൻഷ്യൽ എന്ന് പറയുന്നത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്. മാർക്കറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ, അതായത് ഈ കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷനെ എത്രത്തോളം
മാർക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം കസ്റ്റമേഴ്സ് ഇവരെ അംഗീകരിച്ചിട്ടുണ്ട്, ഇത് സർവീസ് ആണെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിലും. ഇറ്റ് ലുക്സ് ഇസ് ദ കമ്പനി ഡൂയിങ് ആസ് വെൽ ആസ് ഇറ്റ് ഹാഡ് പ്ലാൻ ടു. കമ്പനി ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം കമ്പനിക്ക് ചെയ്യാനാകുന്നുണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യണം. അതായത് നമ്മൾ ഇന്ന സമയം കൊണ്ട് ഇത്ര കാര്യങ്ങൾ ചെയ്തു തീർക്കാമെന്ന് ഓരോ കമ്പനിയും പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. അത് എത്ര നന്നായിട്ടാണ് ഈ കമ്പനിക്ക് ചെയ്യുക, അതായത് എത്ര നന്നായിട്ടാണ് ഈ ഓർഗനൈസേഷന് പെർഫോം ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ആര് നോക്കും? അതാണ് ഓർഗനൈസേഷൻ പെർഫോമൻസ് എന്ന് പറയുന്നത്. Organization performance relates to how successfully an organized group of people with a particular purpose perform a function. എത്ര സക്സസ്ഫുൾ ആയിട്ടാണ് അല്ലെങ്കിൽ എത്ര വിജയകരമായിട്ടാണ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഈ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് എന്തിനെ റിലേറ്റ് ചെയ്താണ്? ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിനെ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വിഷൻ ആൻഡ് വിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. എല്ലാ ഓർഗനൈസേഷനും ഒരു വിഷൻ ഉണ്ടാവും, ഒരു മിഷനും ഉണ്ടാവും. വിഷൻ എന്ന് പറയുന്നത് എന്താണ്? വിഷൻ ഇസ് എ വിവിഡ് മെൻ്റൽ ഇമേജ് of what you want your business to be at some point in the future based on your goals and aspirations. അതായത് ഒരു ഫ്യൂച്ചർ പോയിന്റിൽ, അത് 10 വർഷമാകാം, 15 വർഷമാകാം, 20 വർഷമാകാം, എത്ര വേണമെങ്കിലും ആകാം, ആ ഒരു ഫ്യൂച്ചർ പോയിന്റിൽ കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഫ്യൂച്ചർ പോയിന്റ് എത്തി നിൽക്കുമ്പോൾ കമ്പനി എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമേജാണ്, നമ്മളൊരു ചിത്രം, അതാണ് എന്ത് വിഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് നിശ്ചയിച്ചു പെട്ടിരിക്കുന്ന, അതായത് ഓൾറെഡി നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഗോൾസ് ആൻഡ് ആസ്പിറേഷൻസിനെ വെച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഇത്ര വർഷം കൊണ്ട് നമുക്ക് ഇത് നേടിയെടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം ഈ കമ്പനിയുടെ ഇമേജ് എന്നുള്ളത്. അതാണ് എന്ത്? അതിനെ സൂചിപ്പിക്കുന്ന കാര്യമാണ് എന്ത്? വിഷൻ എന്ന് പറയുന്നത്. വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ റോഡ് മാപ്പ് indicating what the company wants to become by setting a defined direction for the company's goal. കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു കൃത്യമായ റോഡ് മാപ്പാണ് എന്ത്, അല്ലെങ്കിൽ അതൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന രീതിയിൽ എഴുതുന്നതാണ് എന്ത്? വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഇന്നൊരു ഫ്യൂച്ചർ പോയിന്റിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യണം എന്ന് വിചാരിക്കാൻ, ഇത്ര സെയിൽസ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഇത്ര പ്രോഫിറ്റ് ഞാൻ ഇത്ര വർഷം കൊണ്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ എന്താണ് ഇത്ര വർഷം കൊണ്ട് എനിക്ക് വേൾഡ് വൈഡായിട്ട് അറിയപ്പെടണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിലേക്ക് ആ ഒരു ഒബ്ജക്റ്റീവിലേക്ക് നമുക്ക് എത്തിപ്പെടണം. അത് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളതാണത്. ദ സ്റ്റേറ്റ്മെന്റ് ഷുഡ് റിഫ്ലക്ട് ഓർഗനൈസേഷൻസ് വ്യൂ ഓഫ് ദ വേൾഡ് ആൻഡ് ബിസിനസ്സസ് പ്ലേസ് ഇൻ ഇറ്റ്. ഓർഗനൈസേഷൻ്റെ വ്യൂ ഓഫ് വേൾഡും നമ്മുടെ ബിസിനസ് എന്താണ് അതിൻ്റെ സ്ഥാനം, ആ വേൾഡിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ സ്ഥാനം എന്താണ് എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എന്ന് പറയുന്നത് വാൾമാർട്ട് വിഷൻ ഇസ് ടു ബിക്കം വേൾഡ് വൈഡ് ലീഡർ ഇൻ റീറ്റെയിലിംഗ്. അതായത് റീറ്റെയിലിങ്ങിൽ ഒരു വേൾഡ് വൈഡ് ലീഡർ ആകണം എന്നുള്ളതാണ് ആരുടെ വിഷൻ? വാൾമാർട്ടിൻ്റെ. അടുത്തെന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് വിഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അതേപോലെ തന്നെ അഡ്വാൻറ്റേജസ് ഓഫ് ഹാവിങ് എ വിഷൻ. ഒരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കണം? അതായത് ഞാൻ പറഞ്ഞു വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ റോഡ് മാപ്പ് ഓഫ് എന്താണ്? കമ്പനീസ് ഡയറക്ഷൻസ്. അതായത് കമ്പനി എങ്ങനെയൊക്കെ പോകും എന്നുള്ളതിൻ്റെ ഒരു റോഡ് മാപ്പാണ് വിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അത് എങ്ങനെയായിരിക്കണം, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അൺആംബിഗ്വസ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഹാർമണൈസ് വിത്ത് ഓർഗനൈസേഷൻ കൾച്ചർ ആൻഡ് വാല്യൂസ്. അത് റിയലിസ്റ്റിക് ആയിരിക്കണം. പിന്നെന്താണ്? ഷോർട്ടർ ടു ബി ഈസി മെമ്മറൈസ്ഡ്. അൺആംബിഗ്വസ് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് മീനിങ് പാടില്ല, ദ്വയാർത്ഥങ്ങൾ പാടില്ല. ഇറ്റ് ഷുഡ് ബി ക്ലിയർലി മെൻഷൻ, അല്ലെങ്കിൽ ഒരു മീനിങ് മാത്രമേ ആ വാക്കിന് പാടുള്ളൂ. അല്ലെങ്കിൽ ഒരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ നമുക്ക് അതാകാം ഇതാകാം അങ്ങനെ ഒരു വേഗമായിട്ടൊരു ഐഡിയ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. നമുക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്? വാൾമാർട്ട് എന്ന് പറയുന്നത് എന്താ? റീറ്റെയിലിങ്ങിൽ വേൾഡ് വൈഡ് ലീഡറാകണം. അതിനകത്ത് ഏത് മേഖലയിലാണോ അങ്ങനെയൊന്നുമില്ല, കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ട്. റീറ്റെയിലിംഗ് മേഖലയിൽ അവർക്കൊരു വേൾഡ് വൈഡ് ലീഡർ ആകണം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ആയിരിക്കണം ഓരോ ഓർഗനൈസേഷൻ്റെയും എന്ത് വിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയിരിക്കണം, ക്ലിയർലി മെൻഷൻഡ് ആയിരിക്കണം, സെയിം ആസ് അൺആംബിഗ്വസ്. പിന്നെന്താണ്? ഹാർമണൈസ് വിത്ത് ഓർഗനൈസേഷൻസ് കൾച്ചർ ആൻഡ് വാല്യൂ. ഓരോ ഓർഗനൈസേഷനും അവരുടേതായിട്ടുള്ള കൾച്ചേഴ്സും വാല്യൂസും ഉണ്ട്. ആ കൾച്ചറും വാല്യൂസും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നായിരിക്കണം അവരുടെ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന മൂല്യങ്ങളുടെയും കൾച്ചേഴ്സിൻ്റെയും അതിനോട് കൂടി ഒത്തുപോകുന്ന ഒരു വിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം ഒരു ഓർഗനൈസേഷന് ഉണ്ടായിരിക്കേണ്ടത്. റിയലിസ്റ്റിക് ആയിരിക്കണം. റിയലിസ്റ്റിക് എന്ന് പറയുന്നത് എന്താ? നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ളൊരു കാര്യമാകണം. അതായത് പിക്ചേഴ്സ് ശരിയായ രീതിയിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന, നടക്കുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യമായിരിക്കണം എന്ത്?
വിഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കമ്പനിക്ക് ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ പോയിന്റിൽ നേടാൻ പറ്റും എന്ന് ഉറപ്പുള്ളൊരു കാര്യമായിരിക്കണം എന്താ വിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതുന്നത്. പിന്നെ എന്താ ഷോർട്ടർ ടു ബി ഈസി മെമ്മറൈസ്ഡ്. ഇറ്റ് ഷുഡ് ബി ഷോർട്ടർ, ചെറിയ ഒരു വാചകമായിരിക്കണം. അതായത് പാരഗ്രാഫ് കണക്കിനോ അല്ലെങ്കിൽ എന്താണ് 2, 3, 4 സെൻറ്റൻസ് വെച്ച് അങ്ങനെയല്ല, എല്ലാവർക്കും. എന്നാൽ മാത്രമാണ് അത് ആരെ മോട്ടിവേറ്റ് ചെയ്യാം? ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാം. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് ഹാവിങ് എ വിഷൻ. ഒരു വിഷൻ ഉണ്ടെങ്കിൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഒരു ഓർഗനൈസേഷന് ഉള്ളത്? പ്രൊമോട്ട് എക്സ്പെരിമെൻറ്റേഷൻ. എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താ? പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പരീക്ഷിച്ച് നോക്കുക. അതേപോലെ തന്നെ ഫ്യൂച്ചർ പോയിന്റിൽ നമുക്ക് നേടേണ്ടതായിട്ടുള്ള ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എങ്ങനെയൊക്കെ നേടാം, ഏതൊക്കെ പുതിയ വഴികൾ കൂടി നമുക്ക് നേടാം, അതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യുക? അതാണ് എക്സ്പെരിമെൻറ്റേഷൻ പ്രൊമോട്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് നമ്മൾ വിചാരിച്ച കാര്യം നേടണമെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ് പുതിയ പുതിയ വഴികൾ നമ്മൾ കണ്ടെത്തുക. പിന്നെ പ്രൊമോട്ട്സ് ലോങ് ടേം തിങ്കിങ്. തിങ്കിങ് എന്ന് പറയുന്നത് എന്താണ്? അത് എന്ന് പറയുന്നത് ഫ്യൂച്ചർ പോയിന്റിൽ നമ്മൾ എത്തിപ്പെടേണ്ടതായിട്ടുള്ള ഒരു പോയിന്റാണ്, അല്ലെങ്കിൽ ഒരു പിക്ചറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്താണ് അത് ലോങ് ടേം തിങ്കിങ് ആണ്. അതായത് ഒരു ദീർഘവീക്ഷണമാണത്. എന്താണ്? ഇന്നൊരു സമയത്ത് നമുക്ക് അവിടെ എത്താം എന്നുള്ളത്. പിന്നെ ഒന്ന് ഫോസ്റ്റർ റിസ്ക് ടേക്കിംഗ്. പ്രൊമോട്ട്സ് റിസ്ക് ടേക്കിംഗ്. എന്താണ്? നമ്മൾ വിജയത്തിലെത്തണമെങ്കിൽ നമ്മൾ എപ്പോഴും റിസ്ക് എടുക്കാൻ തയ്യാറായിരിക്കണം. മേക്ക് ഓർഗനൈസേഷൻ കോമ്പറ്റീറ്റീവ്. ഓർഗനൈസേഷനെ കോമ്പറ്റീറ്റീവ് ആക്കുകയാണ്. കാരണം കോമ്പറ്റീറ്റീവ് ആക്കുക എന്ന് പറയുന്നത് നമ്മൾ മുന്നോട്ട് പോകുന്ന പുതിയ കാര്യങ്ങൾ നമ്മൾ പരിശ്രമിക്കുമ്പോഴും റിസ്ക് ഒക്കെ എടുക്കുമ്പോഴും എന്താണ്? ഓർഗനൈസേഷൻ കോമ്പറ്റീറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെന്താണ്? ഇതെല്ലാം പുറമെ എന്താണ്? ഈ ഒരു വിഷൻ എന്താണ്? ആരെ മോട്ടിവേറ്റ് ചെയ്യണം? എംപ്ലോയീസിനെ. കാരണം ഓർഗനൈസേഷൻ്റെ സക്സസും ഫെയിലിയറും ആരിലാണ് ഏറ്റവും കൂടുതൽ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? എംപ്ലോയീസിൻ്റെ കൈ. അതായത് അവരുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും ഓർഗനൈസേഷൻ്റെ സക്സസ്. അവർ നന്നായിട്ട് പെർഫോം ചെയ്താൽ ഓർഗനൈസേഷൻ സക്സസ്സിലെത്തും. അടുത്തതെന്ന് പറയുന്നത് മിഷൻ ആൻഡ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എ മിഷൻ ഇസ് ദ ഡെഫിനിഷൻ ഓഫ് വൈ ദ ഓർഗനൈസേഷൻ എക്സിസ്റ്റ് കറൻ്റ്ലി. എന്തിനാണ് ഈ ഓർഗനൈസേഷൻ ഈ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഓർഗനൈസേഷൻ നിലകൊള്ളുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷനാണ് എന്ത്? മിഷൻ എന്ന് പറയുന്നത്. എ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് എ ഷോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വൈ ആൻ ഓർഗനൈസേഷൻ എക്സിസ്റ്റ്, വാട്ട് ഇറ്റ്സ് ഓവറോൾ ഗോൾ ഇസ്, വാട്ട് കൈൻഡ് ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ് ഇറ്റ് പ്രൊവൈഡ്സ്, its primary customers or market and its geographical area of operation. In mission statement എന്ന് പറയുന്നത് എന്തിനാണ് ഈ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ, എന്തിനാണ് ഈ ഓർഗനൈസേഷൻ നിലകൊള്ളുന്നത്, ആരാണ് ഇവരുടെ കസ്റ്റമേഴ്സ്, ആർക്കാണ് അവർ പ്രൊഡക്റ്റ് ആണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ അതൊരു സർവീസ് ആണോ കൊടുക്കുന്നത്, എന്താണ് ഇവരുടെ ഓവറോൾ ഗോൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെന്ന് പറയുന്നത് എവിടെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഏത് ഏരിയാസിലാണ് ഈ ഓർഗനൈസേഷൻ നിലകൊള്ളുന്നത് അല്ല നിലകൊള്ളേണ്ടത് എന്നുള്ളതൊക്കെ അതൊക്കെ വിവരിക്കുന്നതാണ് എന്ത്? മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. വിഷൻ ആൻഡ് മിഷൻ പോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അത് സെയിം ആസ് റിയലിസ്റ്റിക് ആൻഡ് അച്ചീവബിൾ. നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതും അച്ചീവ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കണം എന്ത്? മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമാണ് അത് എന്താണ് അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുക. എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കണം എന്ത്? മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ഫോർ ആക്ഷൻ, അതായത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കണം എന്ത്? മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന്. ഡൈനാമിക്, എൻവയോൺമെൻറ്റൽ ചേഞ്ചസിനനുസരിച്ച് ഓർഗനൈസേഷൻ എന്ത്? ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാക്കണം. അതല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ പല ചേഞ്ചസും വരും. അതിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ ഉൾക്കൊണ്ടാൽ മാത്രമാണ് ഓർഗനൈസേഷൻ സക്സസ്സിലെത്തുക. ഓർഗനൈസേഷൻ്റെ ചേഞ്ചസ് എപ്പോഴും നമ്മൾ മാറിക്കൊണ്ടിരിക്കാൻ തയ്യാറായിരിക്കണം. An example പറയുന്നത് our goal is simply stated, we want to be the best service organization in the world. IBMൻ്റെ മിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്താണ്? അവർക്ക് ലോകത്തിൽ തന്നെ ബെസ്റ്റ് സർവീസ് ഓർഗനൈസേഷൻ ആയി മാറണമെന്നുള്ളതാണ് എന്ത്? IBMൻ്റെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. താങ്ക് യു.